ഒന്നും ഇങ്ങനത്തെ ഒരു കാര്യവും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഇന്നലെ ആ ലൈവിൽ നടന്നത് അതിന് മുന്നേട്ട് അവരെന്തുകൊണ്ട് ആദ്യമേ ലൈവ് ചെയ്തില്ല? ആദ്യം ഒരു പ്രാക്ടീസ് പോലെ വീഡിയോ എടുത്ത് 10 ടേക്ക് എടുത്ത് വീഡിയോ എടുത്തിട്ടേക്കാം. ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. 1% പോലും അതിൽ സത്യമില്ല. 1% പോലും 0.5% ചിലപ്പോൾ സത്യം ഉണ്ടാവും. ഓക്കെ, 1% പോലും അതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യൂലടാ. പക്ഷേ ഇതെനിക്ക് ഇതിൽ ആരതൊക്കെ ജീവൻ തകരുമെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഇന്നലെ ആദ്യം എനിക്ക് വന്നത് ഇതാണ്, ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നു. ഓക്കെ, വി ലോക്ക് യുവർ അക്കൗണ്ട് പ്രൊട്ടക്ട് ഫ്രം പോസിബിൾ ഹാക്ക് ടു റിക്കവർ അക്കൗണ്ട് സെറ്റ് ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാധനം വന്നു. അതായത് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റ ഇത് തന്നു. ഞാൻ പുതിയ പാസ്വേഡ് ഇട്ടു, സെറ്റ് ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ വി സസ്പെൻഡ് യുവർ അക്കൗണ്ട് ഈ ഒരു സാധനം വന്നു. ഓക്കെ, ഞാൻ അപ്പീൽ കൊടുത്തു. അതിന് എപ്പോൾ അപ്പീൽ ഇതാവുന്നോ ഒന്നും എനിക്കറിയില്ല. ഷമീറിൻ്റെ ഇൻസ്റ്റാ ബാൻ എന്നുള്ള കമ്പനി ഇതിന് മുന്നേ എൻ്റെ എപ്പോൾ ആയതറിയോ? ഇതിന് മുന്നേ കൃത്യ ഡേറ്റ് നിങ്ങൾ ആലോചിക്കണം. ഇതിന് മുന്നേ ഇതേ സംഭവമല്ല, എൻ്റെ അക്കൗണ്ട് അണേബിൾ ടു ലോഗിൻ എന്ന് പറഞ്ഞൊരു സാധനമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതായത് 3 മാസം മുമ്പ് ഗ്യാങ് ഇവിടുന്ന് അടിച്ച് പിരിയുന്ന ദിവസമാണ്. അതിന് ശേഷം ഇതാവുന്നത് ഇവന്മാർ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം. ഓക്കെ ഓക്കെ സോ വൈ ഡിഡ് ദേ ലെഫ്റ്റ്? ഓക്കെ, ആദ്യം മുതലേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് കേക്ക്. ഓക്കെ, അതായത് ഫേക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ മടിക്കുന്നതുകൊണ്ടിരിക്കുമല്ലോ നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് എന്നും ഫേക്ക് എന്നും പറയുന്ന. ഇത് ലൈവ് തീരുമ്പോഴേക്ക് മനസ്സിലാവണം. മൊത്തത്തിൽ കാര്യങ്ങൾ മാറും. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളടാ, എനിക്കറിയില്ലടാ. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലടാ. ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളടാ. ഇത് എവിടുന്ന് ഞാൻ തുടങ്ങണം? ഒരു കാര്യം ചെയ്യാം, ചാറ്റിൽ ആൾക്കാർ ഓരോന്ന് ചോദിക്കുക, അതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ തുടങ്ങാം, അതാണ് നല്ലത്. അല്ലാണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഇനി സ്റ്റാർട്ടിങ് കിട്ടുമെന്ന് തോന്നുന്നില്ല. മനസ്സിലാവും, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ടിങ് കിട്ടൂല. ചാറ്റിൽ ഞാനൊരു കാര്യം പറയും, ഇന്നലെ ഷമീർ ചെയ്തൊരു സംഭവമുണ്ട്. ഇന്നലെ ഓനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം കറക്റ്റ് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ട് പോയി. ചാറ്റിൽ ആൾക്കാർ പലതും ചോദിക്കുന്ന, അതിനൊന്നും ഒരു റിപ്ലൈയും ഇല്ല, അതൊന്നും കണ്ട ഭാവമില്ല. ഞാൻ പറയാം, ചാറ്റിൽ നിങ്ങൾ ഓരോ ആൾക്കാരായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ആദ്യം ചോദിക്കുന്ന കാര്യത്തിന് ആദ്യം ഉത്തരം. ഓക്കെ, സാലറി പ്രൂഫ്. ഓക്കെ, മമ്മു ഹൗസ്. ഓക്കെ, മമ്മൂൻ്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ. എല്ലാത്തിൻ്റെയും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു തരും. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചവനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ ഇടക്കാണ് 3 മാസം മുമ്പ് ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. വെറും ഒരു ഗൂഗിൾ പേയിലെ കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു ഗൂഗിൾ പേ. എടാ ശരത്ത ഏതിൽ സ്ക്രീൻ ഷെയർ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഗൂഗിൾ പേ തുറന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മമ്മുവിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ശരത്തിനൊന്ന് വിളിച്ചേ.
ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ. ഇതാ മുഹമ്മദ് കെ, മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഉണ്ട്. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ചേർത്തെ മറ്റേ ഫോണൊന്നും എടുത്തേ, അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്ന് നിൽക്കണേ. ഇതാ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. നമുക്കിത് ഫുള്ള് കാണിച്ച് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവർ വേണേ. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ച് തീർക്കാൻ പറ്റില്ല. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമൻസിൽ ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്ത് ഒന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്കിതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, അതാ ഈ ആപ്പിളിൽ എങ്ങനെയാണ് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റുക എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല കേട്ടോ. നിൽക്ക് വാ, ഇത് വേറൊരു ഗൂഗിൾ പേ അക്കൗണ്ടാണ്. ഇതാ മുഹമ്മദ് കെ എന്ന് കാണാം. ഫോക്കസ് ഇതാ മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പറുണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ചെറുത് നോക്കണ്ട. എടാ ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഇതാ 25. ഇത് ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ മിസ്സായി പോകും, എനിക്കറിയില്ല. ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയാ ഇവർക്ക് കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഈ ഗൂഗിൾ പേ ആയിട്ടും. I will show you everything on his account, cut taxes now. അങ്ങനെ പറഞ്ഞാ അതാ കണ്ടല്ലോ. ഈ 2 അക്കൗണ്ടിൻ്റെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനിയും അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നാളെ ശരത്ത് വന്ന് കാണിച്ചിട്ട് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. ഓക്കെ, ഫുള്ളി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാനില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെന്താ വേണ്ടത് പറ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണ്ട് വേറെന്താ വേണ്ടതെന്ന് പറഞ്ഞോ. എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാന്നത്. ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ എൻ്റെ ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാടാ അവരെ തീറ്റിപ്പോയിട്ടെന്ന്? അല്ലെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും നോക്കി ടാലൻ്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എടാ ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുത്ത് എനിക്കറിയില്ലല്ലോ.
വെഡ്ഡിങ്ങാ? ആരെ വെഡ്ഡിങ്ങാ? മനസ്സിലായില്ല. GF ഇല്ല, അതൊന്നും ഇപ്പം അതെടാ പേഴ്സണൽ ഇത്. ഷമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോണ് പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓൾ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താവശ്യമുള്ളത്? അടി ഇവർക്ക് പൈസയെ വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം ഓക്കെ ഇതൊക്കെ വിടും. പ്രൂഫിൻ്റെ ഇനി പ്രൂഫ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചറ പറയാൻ കാണിച്ചില്ല. ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്കായിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ. ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലായോ? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്. എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ ഇത്രയും ഓനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് അവൻ ചിന്തിച്ചില്ലെങ്കിൽ ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചുതരാം. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവന് എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ? എടാ ഓനെന്താ ഇന്നലെ പറഞ്ഞത്? ഷഡ്ഡി ഡാൻസ് ഞാൻ